الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചപരിപാലകനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് തഖ്വാബോധത്തോടുകൂടി ജീവിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി നിലകൊള്ളാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആകസ്മികമായ മരണങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അതിന് പല കാരണങ്ങൾ ഉണ്ടാകാം. എന്നാൽ ചില മരണങ്ങളുടെ ബാഹ്യമായ അവസ്ഥകൾ നോക്കി മനുഷ്യൻ അത് ദുർമരണമാണെന്നും അതല്ല അത് നല്ല മരണമാണെന്നും ഒക്കെ വിലയിരുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ഭൗതിക ജഡത്തിൻ്റെ ബാഹ്യമായ അവസ്ഥകളിലല്ല മരണത്തിൻ്റെ നന്മയും തിന്മയും കുടികൊള്ളുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, അനിൽ മൗത്തിൽ ഫുജ്അ, ആകസ്മിക മരണം എന്താണ് റസൂലേ? ഫഖാൽ, അപ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് റാഹത്തുൽ ലിൽ മുഅ്മിൻ, വിശ്വാസിക്ക് ആകസ്മികമായി ഉണ്ടാകുന്ന മരണം ഒരാശ്വാസമാണ്. വഅഖ്ദത്തു അസഫിൻ ലിൽ ഫാജിർ, താന്തോന്നിയായി ജീവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ദുഃഖകരമായ ഒരു പിടികൂടലുമാണ് എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നൽ മുഅ്മിൻ യമൂതു അലാ കുല്ലി ഹാൽ, ഒരു വിശ്വാസി ഏതവസ്ഥയിലും മരണപ്പെടാം. അപ്പോൾ ഏതവസ്ഥയിലും മരണപ്പെട്ടാലും അവന് മരണാനന്തര ജീവിതത്തിൽ നന്മയുണ്ടാകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് വിശ്വാസികൾ അവരുടെ ജീവിതത്തിലുടനീളം നടത്തേണ്ടത് എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ എല്ലാവരെയും ഉണർത്തിയിട്ടുള്ളത്, ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്. മരണം എല്ലാവർക്കും ദുഃഖകരമായ അവസ്ഥകളാണ് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധുമിത്രാദികളോ നാട്ടുകാരോ പ്രിയപ്പെട്ടവരോ ഒക്കെ
ഇങ്ങനെ അപകടങ്ങളിൽപ്പെട്ടും അല്ലാതെയുമൊക്കെ മരണപ്പെടുമ്പോൾ സ്വാഭാവിക മരണമടഞ്ഞതിനേക്കാൾ കൂടുതൽ നമുക്ക് പ്രയാസങ്ങളും മനോവ്യഥകളും ഉണ്ടാകും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം മരണങ്ങളെ, ആ മരണത്തിൽ മരിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് ആശ്വാസം എന്ന വണ്ണവും അവരുടെ ബന്ധുമിത്രാദികൾക്ക് ആശ്വാസം എന്ന വണ്ണവും നമ്മെ ഉണർത്തിയിട്ടുള്ള കാര്യമാണ്. ഇത്തരം ആളുകൾക്ക് രക്തസാക്ഷിത്വത്തിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് റസൂലുള്ളാഹി ഒരിക്കൽ പറയുകയുണ്ടായി. അശ്ശുഹദാഉ ഖംസ, രക്തസാക്ഷികൾ 5 വിഭാഗം ആളുകളാണ്. ഒന്നൽ മത്ഊൻ, പ്ലേഗ് രോഗം ബാധിച്ച് മരണപ്പെടുന്ന ആളുകൾ, മാറാവ്യാധികൾ, പകർച്ചവ്യാധികൾ, അതിൽപ്പെട്ടൊന്നാണ് പ്ലേഗ് രോഗം. വൽ മബ്തൂൻ, ഉദര സംബന്ധമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് അസഹ്യമായ വേദനകൾ കടിച്ചിറക്കി രോഗത്തിൻ്റെ ചരണങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന മനുഷ്യന്മാരുണ്ടാകും. അതേപോലെ തന്നെ വൽ ഗരീഖ്, മുങ്ങി മരിച്ച ആളുകൾ, അവർ വിശ്വാസികളാണ് എങ്കിൽ അവർക്ക് രക്തസാക്ഷിത്വത്തിൻ്റെ പ്രതിഫലമാണെന്ന് റസൂല് പറഞ്ഞു. വസ്വാഹിബുൽ ഹദം, അതേപോലെ തന്നെ കെട്ടിടങ്ങളൊക്കെ തകർന്നടിഞ്ഞ് മണ്ണടിഞ്ഞ് വീണ് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി അങ്ങനെ മണ്ണിൻ്റെയും അതുപോലെയുള്ള അവസ്ഥകളിലുമൊക്കെ അടിയിൽപ്പെട്ട് മരണപ്പെട്ടു പോകുന്ന ആളുകൾ. വശഹീദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളാകുന്ന ആളുകൾ, ഇവരൊക്കെ ശുഹദാക്കളുടെ പട്ടികയിലാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാത്രവുമല്ല അവിടുന്ന് പറയുകയുണ്ടായി, സ്വാഹിബുൽ ഹരീഖ് ഷഹീദ്, തീപിടുത്തത്തിൽ അകപ്പെട്ടുകൊണ്ട് കരിഞ്ഞ മൃതദേഹവുമായി ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന ആളുകൾ, അവർ രക്തസാക്ഷികളാണെന്ന് അവിടുന്ന് പറഞ്ഞു. വൽ മർഅത്തു തമൂതു ബിജംഇൻ ഷഹീദ്, അതേപോലെ തന്നെ പ്രസവത്തോടനുബന്ധിച്ച് മരണപ്പെടുന്ന ഒരു സ്ത്രീ, രക്തസാക്ഷിത്വത്തിൻ്റെ പ്രതിഫലമാണ് അവർക്കുള്ളതെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ, നോക്കൂ നിങ്ങൾ, മരണപ്പെടുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും അവരുടെ ബന്ധുമിത്രാദികൾക്കുണ്ടാകുന്ന മനോവ്യതകളെ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള, അവർക്ക് പരലോകത്ത് മരണാനന്തര ജീവിതത്തിൽ കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ മഹത്വം വിശദീകരിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. നോക്കൂ നിങ്ങൾ, ജീവിതത്തിൽ ഒരു കുട്ടി ഉണ്ടാകുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും, പ്രത്യേകിച്ച് ഇണകളുടെ അടങ്ങാത്ത ഒടുങ്ങാത്ത ആഗ്രഹമായിരിക്കും. അങ്ങനെ വർഷങ്ങളോളം കാത്തുനിന്ന് പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് ഇരന്ന് നേടിയ ഒരു കുട്ടിയെ പ്രസവിക്കാൻ ഒരുങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ പ്രസവത്തിൽ തൻ്റെ സഹധർമ്മിണി മരണപ്പെട്ട വിവരം ഒരു വ്യക്തി അറിയുന്നത്. തീർച്ചയായും എൻ്റെ ഈ സഹധർമ്മിണിക്ക് അല്ലാഹു നൽകുന്ന പദവി ഒരു രക്തസാക്ഷിയുടെ പദവിയാണ് എന്നറിയുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികമായ ആശ്വാസം അതിരറ്റതാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. എങ്ങനെ മരിച്ചാലും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നൽ മുഅ്മിന യമൂതു അലാ കുല്ലി ഹാൽ, ഏത് മരണത്തെയും പോസിറ്റീവായി കാണുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല, ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ യാത്രയാകുമ്പോൾ ഹുസ്നുൽ ഖാത്തിമ, ശുഭകരമായ പരിണിതിയും പര്യവസാനവും ഉണ്ടാകാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ദുആയിരിക്കണമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹുമ്മ അഹ്സിൻ അഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജിർനാ മിൻ ഖിസ്യിദ് ദുനിയ വഅദാബിൽ ആഖിറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ഈ ഒരു പ്രാർത്ഥനയിൽ ഒരു വിശ്വാസിക്ക് കിട്ടുന്ന എല്ലാ സമാധാനവും ഉൾച്ചേർന്നിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും, ഫിൽ ഉമൂരി കുല്ലിഹ, ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ മരണത്തിലും, അതാണല്ലോ ഈ ദുനിയാവിലെ അവസാനമുള്ള നമ്മുടെ വേർപാട്, അതിലും ഏറ്റവും നല്ല പരിണിതി ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അതേപോലെ തന്നെ വഅജിർനാ മിൻ ഖിസ്യിദ് ദുനിയ, ഈ ദുനിയാവിലുണ്ടാകുന്ന നിന്ദ്യത, ഇവിടെ ഉണ്ടാകുന്ന അപമാനം, അതിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ കാക്കേണമേ എന്നാണ്. വഅദാബിൽ ആഖിറ, പരലോകത്തുണ്ടാകുന്ന ശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ ഈ കാര്യം കൂടി നമ്മൾ ചേർത്ത് വെക്കുക. മലക്കുകൾ ആത്മാവിനെ പിടികൂടുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന 2 അവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വച്ചത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
റിഹ്ലത്തുൽ ഇൻസാനി ലിൽ ബർസഖ്, ബർസഖിയായ ജീവിതത്തിലേക്കുള്ള ഒരു മനുഷ്യന്റെ യാത്രയെക്കുറിച്ച് വിശദമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് മരിച്ചു ചെല്ലാനുള്ളത് ഇലല്ലാഹി മർജിഉക്കും ജമീഅ, മനുഷ്യരെ നിങ്ങളെല്ലാം അള്ളാഹുവിന്റെ സവിധത്തിങ്കലാണ് ചേരുന്നത്. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ വ ഇന്ന ഇലാ റബ്ബിക്കർ റുജ്അ സുമ്മ ഇലൈനാ മർജിഉക്കും. ഇങ്ങനെ നിരവധി അനവധി വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിച്ച് നമുക്ക് ജീവനും ജീവിതവും നൽകിയ, നമുക്ക് ഹയാത്തും മൗത്തും വിധിച്ച റബ്ബിന്റെ അരികിലേക്ക് തന്നെയാണ് നിങ്ങൾ മടങ്ങിച്ചെല്ലാനുള്ളത് എന്നാണ്. വേറെ അങ്ങോട്ടും നമുക്ക് ചെല്ലാനില്ല. ആ റബ്ബിന്റെ അരികിലെത്തുമ്പോൾ സന്തോഷത്തോടു കൂടിയായിരിക്കണം അവനുമായുള്ള കൂടിക്കാഴ്ച, ലിഖാ. ഇതാണ് ഖുർആൻ നമ്മെ അടിക്കടി ഉദ്ബോധിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകൾ നമ്മുടെ ആത്മാവിനെ പിടിച്ചെടുത്തതിന് ശേഷം അവരെ അള്ളാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് വളരെ വിശദമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഹത്താ ഇദാ അഖ്റജത് റൂഹുഹു സ്വല്ലാ അലൈഹി കുല്ലു മലക്കിൻ ബൈന സമാഇ വൽ അർള് എന്നാണ്. ഒരു വിശ്വാസിയുടെ ആത്മാവിനെ മലക്കുകൾ പിടിച്ചെടുത്ത് അവർ സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന സ്വർഗീയ പട്ടുടയാടകളിൽ അതിനെ പൊതിഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്ന ആ സന്ദർഭത്തിൽ ആകാശങ്ങൾക്കും ഭൂമികൾക്കും ഇടയിലുള്ള മലക്കുകളെല്ലാം ആ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. നോക്കൂ നിങ്ങൾ, ഒരു വിശ്വാസി മരിക്കുമ്പോൾ തന്നെ അവന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ അവസ്ഥയാണ് റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ ഉപരിലോകത്തേക്ക് നമ്മുടെ ആത്മാവിനെയും കൊണ്ട് മലക്കുകൾ പോകുമ്പോൾ അവിടെയുള്ള എല്ലാ മലക്കുകളും ഇവരോട് ചോദിക്കും, മാ ഹാദർ റൂഹു ത്വയ്യിബ്, ഏതാണ് ഈ പരിശുദ്ധമായ ആത്മാവ്? ഫയഖൂലൂൻ, ഇത് കൊണ്ടുപോകുന്ന മലക്കുകൾ അപ്പോൾ പറയുമെന്നാണ്, ഫുലാൻ ഇബ്നു ഫുലാൻ ബി അഹ്സനി അസ്മാഇഹി അല്ലതി കാന യുസമ്മൂനഹു ഫി ദുനിയ, ഈ ദുനിയാവിൽ അവൻ വിളിക്കപ്പെട്ടിരുന്ന ഏറ്റവും നല്ല പേരിനാൽ ഇന്ന ആളുടെ മകൻ ഇന്നവനാണ് എന്ന് മലക്കുകൾ ആ മറ്റു മലക്കുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അങ്ങനെ എല്ലാ മലക്കുകളും എതിരേറ്റ് സമാഉദ്ദുനിയയിലേക്ക് എത്തുന്നു. ആ സമാഉദ്ദുനിയയിലേക്ക് എത്തിയാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആകാശത്തിന്റെ കവാടങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകം തുറക്കപ്പെടും. അങ്ങനെ ഓരോ ആകാശങ്ങളിലുമുള്ള മുഖറബീങ്ങളായ മലക്കുകൾ ഈ ആത്മാവിനെയും കൊണ്ടുപോകുന്ന മലക്കുകളുടെ കൂടെ കൂടുകയും അങ്ങനെ അവർക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ 7-ാം ആകാശത്തിലേക്ക് അവർ ചെന്നെത്തും. ഫയഖൂലുല്ലാഹു അസ്സ വജൽ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉക്തുബു കിതാബ അബ്ദി ഫീ ഇല്ലിയീൻ, എൻ്റെ ഈ അടിമയുടെ രേഖ നിങ്ങൾ ഇല്ലിയീനിൽ രേഖപ്പെടുത്തണമെന്നാണ്. വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബും മർഖൂം യശ്ഹദുഹുൽ മുഖറബൂൻ. ഇത് പറഞ്ഞുകൊണ്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറ അൽ മുത്തഫിഫീനിലുള്ള ഈ സൂക്തം പാരായണം ചെയ്യുകയുണ്ടായി. നബിയെ, എന്താണ് ഇല്ലിയീൻ എന്ന് താങ്കൾക്കറിയാമോ? കിതാബും മർഖൂം, മനുഷ്യരുടെ കർമ്മങ്ങൾ എണ്ണമിട്ടുകൊണ്ട് രേഖപ്പെടുത്തി വെക്കുന്ന, റഖ്മുകളായി ഒന്നും വിടാതെ കൃത്യമായി ക്ലിപ്തപ്പെടുത്തി വെക്കുന്ന ഒരു രേഖയാകുന്നു അത്. യശ്ഹദുഹുൽ മുഖറബൂൻ, അള്ളാഹുവിന്റെ സമീപസ്ഥരായ മലക്കുകൾ അതിന് സാക്ഷികളായിരിക്കുമെന്നാണ്. എന്നിട്ട് ഫയുക്തബു കിതാബുഹു ഫീ ഇല്ലിയീൻ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഈ വിശ്വാസിയുടെ രേഖ ഇല്ലിയീനിൽ തന്നെ രേഖപ്പെടുത്തി വെക്കുമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയുണ്ടായി. അതേപോലെ തന്നെയാണ് അവിശ്വാസികളുടെ രേഖയെക്കുറിച്ചും ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. പുണ്യവാന്മാരുടെ രേഖ, അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ എന്നാണ്. തീർച്ചയായും പുണ്യവാന്മാരുടെ രേഖ അതിൽ ഇല്ലിയീനിൽ തന്നെയാകുമെന്നാണ്. സുമ്മ യുഖാലു അഈദുഹു ഇലൽ അർള്, പിന്നീട് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടാകും, ഈ വിശ്വാസിയെ നിങ്ങൾ ഭൂമിയിലേക്ക് തന്നെ മടക്കണം, മണ്ണിലേക്ക് മടക്കണമെന്നാണ്. ഫഇന്നീ മിൻഹാ ഖലഖ്തുഹും, ആ മണ്ണിൽ നിന്നാണ് ഞാൻ അവരെ സൃഷ്ടിച്ചത്. വഫീഹാ ഉഈദുക്കും,
അവരിൽ അതിൽ നിന്നാണ്, ആ മണ്ണിൽ നിന്ന് തന്നെയാണ് അവരെ, മണ്ണിലേക്ക് തന്നെയാണ് ഞാൻ അവരെ മടക്കുന്നത്. വമിൻഹാ ഉഖ്രിജുഹും താറത്തൻ ഉഖറ, ആ മണ്ണിൽ നിന്ന് തന്നെ വീണ്ടും ഞാൻ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. നോക്കൂ, നിങ്ങൾ ഒരു വിശ്വാസിക്ക് ഇങ്ങനെയുള്ള അനുഗ്രഹീതമായ അവസ്ഥയാണ് ലഭിക്കുന്നതെങ്കിൽ ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മലക്കുകൾ അവന്റെ ആത്മാവിനെ പിടിച്ചു കഴിഞ്ഞാൽ ഫയൽ അൻഹു കുല്ലു മലക്കിൻ ബൈന സമായി വൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാ മലക്കുകളും ആ ആത്മാവിനെ, മ്ലേച്ഛാത്മാവിനെ ശപിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. ദുർഗന്ധം വമിക്കുന്ന ആ അവസ്ഥയിൽ അവർ ചോദിക്കും, മാ ഹാദർ റൂഹുൽ ഖബീസ്, ഈ മ്ലേച്ഛ ആത്മാവ് ഏതാണ് എന്ന് ചോദിക്കും. ഫയഖൂലു ഫുലാൻ ഇബ്നു ഫുലാൻ ബി അഖ്ബഹി അസ്മാഇഹി അല്ലതി യുസമ്മാ ബിഹാ ഫി ദുനിയ, ഈ ദുനിയാവിൽ അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ള ഏറ്റവും മോശമായ ഏതൊക്കെ പേരുകളുണ്ടോ, പേരുകൾ അവർ ചെയ്ത തിന്മകളിലേക്ക് ചേർത്തായിരിക്കും അറിയപ്പെടുക എന്നാണ്. നല്ല പേരുകളോ അവർ ചെയ്ത നന്മകളിലേക്ക് ചേർത്തുകൊണ്ടാണ് അറിയപ്പെടുക. അങ്ങനെ അവർ പരിചയപ്പെടുത്തും, ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറു അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പാരായണം ചെയ്യുകയുണ്ടായി, ഈ ആത്മാവിനെയുമായി മലക്കുകൾ വനലോകത്തേക്ക് പോകുമ്പോൾ അവർക്ക് സഞ്ചരിക്കാൻ ഒരിക്കലും ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. സമാഉദ്ദുനിയയിൽ വന്ന് അവരങ്ങനെ നിൽക്കും. ഫലാ യുഫത്തഹു ലഹു സുമ്മ ഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ പ്രവാചകൻ ഈ ആയത്തോതുകയാണ് ചെയ്തത്. അള്ളാഹുവിന്റെ ആയത്തുകൾ നിഷേധിക്കുകയും അങ്ങനെ അഹങ്കാരത്തോടുകൂടി അതിൽ നിന്ന് മുഖം തിരിഞ്ഞു കളയുകയും ചെയ്യുന്ന ആളുകൾക്ക് ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, ആകാശ കവാടങ്ങൾ അവരുടെ ഈ അവസാന യാത്രയിൽ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല. വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ കടക്കുന്നത് വരെ അത് അസംഭവ്യമായ കാര്യമാണ്. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ ഈ വചനമാണ് ഇത് വിശദീകരിച്ചുകൊണ്ട് പിന്നീട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തത്. അങ്ങനെ അള്ളാഹു അവരോട് പറയും, ഉക്തുബു കിതാബഹു ഫീ സിജ്ജീൻ, ഈ അടിമയുടെ രേഖ നിങ്ങൾ സിജ്ജീനിൽ അടയാളപ്പെടുത്തുക. അത് ഫിൽ അർളിസ് സുഫ്ല, ഭൂമിയിലെ ഏറ്റവും താഴെ ഭാഗത്ത് ആ സ്ഥിതി ചെയ്യുന്ന സിജ്ജീനിൽ നിങ്ങൾ അത് രേഖപ്പെടുത്തുക എന്ന് പറയുകയാണ്. സിജ്ജീനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഖല്ലാ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ, നിശ്ചയമായും അധർമ്മകാരികളായി ജീവിച്ച ആളുകളുടെ രേഖ സിജ്ജീനിലാണ് അതുള്ളത്. വമാ അദ്റാക മാ സിജ്ജീൻ, സിജ്ജീൻ എന്താണ് എന്ന് നിനക്കറിയാമോ റസൂലേ? കിതാബും മർഖൂം, അതും മനുഷ്യർ അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഓരോ കർമ്മങ്ങളും വളരെ കണിശമായി കൃത്യമായി നമ്പറിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള അവരുടെ ജീവിത കർമ്മങ്ങളുടെ രേഖയാണത്. വൈലുൽ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ, അന്നേ ദിവസം അള്ളാഹുവിനെ കളവാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും നാശം എന്ന് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്ത് കേൾപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, എല്ലാവർക്കും ഈ ദുനിയാവിൽ നിന്നൊരു യാത്രയുണ്ട്, മടക്കയാത്ര. ആ മടക്കയാത്ര നഫ്സുൻ ത്വയ്യിബ എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതുപോലെ പരിശുദ്ധാത്മാവിന്റെ യാത്രയായി തീരാനാണ് വിശ്വാസികളായി നമ്മൾ പരിശ്രമിക്കേണ്ടത്. അങ്ങനെ യാത്രയ്ക്ക് അവസാനം നമുക്ക് ജീവിച്ചു കഴിയാനുള്ള, ഉയർത്തെഴുന്നേൽപ്പ് വരെ നമുക്ക് ജീവിച്ചു കഴിയാനുള്ള ഒരു ലോകമാണ് ശരിക്ക് അൽ ഹയാത്തുൽ ബർസഖിയ, ഖബർ ജീവിതം എന്ന് പറയുന്ന നമ്മുടെ ജീവിതം. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അവർ മരിച്ചതിന് ശേഷം അവരുടെ പിന്നിൽ ഒരു ബർസഖുണ്ട്, ഉയർത്തെഴുന്നേൽപ്പ് വരെ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ ഖബർ ജീവിതത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും അതേപോലെ തന്നെ അന്ന് എന്താണ് ഒരു വിശ്വാസി നേരിടേണ്ടതെന്നും ഒരു അവിശ്വാസിക്ക് എങ്ങനെയാണ് അത് അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതുമൊക്കെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞു തന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക.
അങ്ങനെ ദുനിയാവിൽ നിന്നുള്ള മടക്കയാത്രയിൽ ശുഭകരമായ ഒരു അന്ത്യമുണ്ടാകാൻ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളാവുന്നത്ര ജീവിതത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കാൻ ശ്രമിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ നാഥ, ഞങ്ങളെ എല്ലാവരെയും അതിന് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. സഹോദരങ്ങളെ, മരിച്ചു പോകുന്ന ആളുകളെ ജീവിച്ചിരിക്കുന്നവരായ നമ്മൾ എങ്ങനെയാണ് യാത്രയാക്കേണ്ടത് എന്ന് ഇസ്ലാം നമുക്ക് വളരെ വിശദമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് അവിടുത്തെ അനുവർത്തിച്ച പ്രവർത്തനങ്ങളിലൂടെയും പ്രവാചകന്റെ നിർദ്ദേശങ്ങളിലൂടെയും അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മരണമാസന്നമായി കിടക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കുവാനും സാന്ത്വന വാക്കുകളിലൂടെ അവരെ സമാശ്വസിപ്പിക്കുവാനുമാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുള്ളത്. എത്രയോ രോഗികളായി കിടക്കുന്ന ആളുകളുടെ അരികിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശനത്തിന് വേണ്ടി ചെന്നിട്ടുണ്ട്. മരണമാസന്നമായി കിടക്കുന്ന ആളുകളുടെ അരികിൽ വന്നിട്ടുണ്ട്. പ്രവാചകന്റെ കയ്യിലൂടെ മരിച്ചുപോയ സഹാബി വര്യന്മാരുടെ ചരിത്രമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ മരണം എന്നുള്ളത് ഏതവസ്ഥയിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു അനുഗ്രഹമായി തീരണം. ഏതവസ്ഥയിലും മരിക്കാൻ തയ്യാറാകണമെന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അവിടുത്തെ പ്രിയപ്പെട്ട ഉത്തമ ശിഷ്യഗണങ്ങളായ അനുചരന്മാർ സഹാബ കിറാം റളിയല്ലാഹു അൻഹും അവിടെ ഭൗതിക മരണത്തിന്റെ അവസ്ഥ വളരെ ദാരുണവും പരിതാപകരവുമായ അവസ്ഥയിലായിട്ടുള്ള എത്രയോ ഉണ്ട്. രക്തസാക്ഷികളുടെ സയ്യിദു ശുഹദ എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഹംസ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പിതൃവ്യനാണ്. അദ്ദേഹം രക്തസാക്ഷിയാണ്. ഉഹദ് യുദ്ധത്തിലാണ് രക്തസാക്ഷിയാകുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭൗതിക ജഡം പ്രവാചകന് ഒരു നോക്ക് കാണാൻ പോലും പറ്റാത്ത വിധത്തിൽ വികലമാക്കിയിരുന്നു ശത്രുക്കൾ. അദ്ദേഹത്തിന്റെ നെഞ്ചി പിളർന്ന് കരള് പറിച്ചെടുത്ത് അത് കടിച്ച് മുഖത്തേക്ക് തുപ്പി അദ്ദേഹത്തിന്റെ അവയവങ്ങളെല്ലാം ഛേദിച്ചുകൊണ്ട് അവർ സന്തോഷത്താൽ നൃത്തമാടിയിരുന്ന ഒരു സന്ദർഭമായിരുന്നു. പക്ഷേ അദ്ദേഹം അവിടെയാണ്. ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹം അള്ളാഹുവിന്റെ അരികിൽ സ്വർഗ ലോകത്തേക്ക് യാത്രയായിരിക്കുകയാണ്. രക്തസാക്ഷിയാണ്, ഷഹീദാണ്. ഭൗതിക ജഡം നോക്കിയിട്ടല്ല മരണം തീരുമാനിക്കേണ്ടത്. അതേപോലെ തന്നെ ഖുബൈബ് റളിയല്ലാഹു അൻഹു ശത്രുക്കൾ അദ്ദേഹത്തെ ഇഞ്ചിഞ്ചായിട്ടാണ് വധിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ ഒരു മരത്തിൽ കെട്ടി അവിടെ ആണി അടിച്ച് അങ്ങനെ ക്രൂശിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഓരോ ആണിയും ശരീരത്തിൽ തറക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നോ? ഫലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമൻ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഈ. ഈ ദുനിയാവിൽ ഏതവസ്ഥയിൽ മരണപ്പെട്ടു പോവുകയാണെങ്കിലും എനിക്കതൊരു വിലയുള്ള കാര്യമല്ല. ഞാൻ അതിനെ വില വെക്കുന്നേയില്ല. കാരണം എന്താണെന്നോ? അത് എൻ്റെ റബ്ബിന്റെ മാർഗത്തിലാണ് എൻ്റെ ജീവിതത്തിന്റെ സമർപ്പണം എന്ന് എനിക്കറിയാം. എന്നെ അവർ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തുമ്പോഴും ശത്രുക്കൾ എൻ്റെ ശരീരത്തെ തുണ്ടം തുണ്ടമാക്കി മുറിച്ചാലും എൻ്റെ ശരീരത്തിന്റെ ഓരോ സന്ധിബന്ധങ്ങളിലും അള്ളാഹു എനിക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുമെന്ന ഉത്തമ വിശ്വാസമുണ്ട്. എൻ്റെ ജീവനും ജീവിതവും അള്ളാഹുവിനാണ് ഞാൻ സമർപ്പിക്കുന്നത് എന്നാണ് അവർ പാടിയത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി കിടക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സഅദേ,
നിങ്ങൾക്ക് ഒരുപാട് ജീവിത പ്രാരാബ്ദങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഒരുപാട് മക്കളെയും കുടുംബത്തെയും നോക്കിയ ആളാണ് അദ്ദേഹം. കുടുംബം പോറ്റുന്നതിൽ ശ്രദ്ധ പതിപ്പിച്ച ആളായിരുന്നു. നിങ്ങളുടെ ഒരു ദിവസവും ഒരു നിമിഷവും നിങ്ങൾ പാഴാക്കിയിട്ടില്ല. ഇതിനൊക്കെ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകിയാൽ നിങ്ങളുടെ പരലോകം എത്ര ആനന്ദദായകമായിരിക്കും. നിങ്ങൾ ആശ്വസിച്ചു കൊള്ളുക. മരണം അടുത്ത സന്ദർഭത്തിൽ, വേദനിക്കുന്ന സന്ദർഭത്തിൽ പ്രയാസത്തോടുകൂടി പ്രവാചകന്റെ കണ്ണിലേക്ക് നോക്കിയ അവിടുത്തെ ശിഷ്യനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിച്ചത് അങ്ങനെയാണ്. അങ്ങനെയായിരിക്കണം, ഈ സാന്ത്വനത്തിന്റെ വാക്കുകളായിരിക്കണം നമ്മൾ പറയേണ്ടത് എന്നാണ്. പിന്നെ മയ്യത്തിനെയും അതേപോലെ തന്നെ രോഗികളെയും എങ്ങനെ കിടത്തണം എന്നതാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, റസൂലുള്ളാഹി മദീനയിലെത്തിയപ്പോൾ ബർറാ ഇബ്നു മഅറൂഫ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയെ കുറിച്ച് റസൂൽ അന്വേഷിച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, അദ്ദേഹം മരിച്ചു പോയല്ലോ റസൂലേ. അദ്ദേഹത്തിന് മരണമാസന്നമായ സന്ദർഭത്തിൽ ഒരു വസിയത്ത് ചെയ്തിട്ടുണ്ട്, ഖിബിലക്ക് അഭിമുഖമായിട്ടായിരിക്കണം നിങ്ങൾ എന്നെ കിടത്തേണ്ടത് എന്ന വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ റസൂല് പറഞ്ഞു, അസ്വാബൽ ഫിത്ര, അദ്ദേഹം പ്രകൃതി നിയമം കരസ്ഥമാക്കി മരണവേളയിൽ പോലും എന്നാണ്. ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മരിക്കുമ്പോൾ ഖിബിലക്ക് അഭിമുഖമായി നമ്മുടെ മയ്യത്തിനെ കിടത്തണമെന്നും രോഗികളെയും അങ്ങനെ കിടത്തുന്നതാണ് നല്ലത് എന്നുമൊക്കെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇനി ഏതെങ്കിലും ഒരു വീട്ടിൽ അങ്ങനെ കിടത്താൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെ കിടത്തിയാലും മതി. കാരണം ആ ഒരു കിടത്തലിലൊന്നുമല്ല അവരുടെ സ്വർഗനരകങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അള്ളാഹു നമുക്ക് കഴിയുന്ന കാര്യങ്ങളല്ലാതെ മതത്തിന്റെ നിയമങ്ങളായി കൽപ്പിക്കുന്നില്ല എന്നതാണ്. രണ്ടാമത്തെ കാര്യം, മരണമാസന്നമായ ആളുകൾക്ക് നമ്മൾ കലിമ ചൊല്ലിക്കൊടുക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി അതിനെ പറഞ്ഞു. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട്, ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണമാസന്നമായി കിടക്കുന്ന ആളുകൾക്ക് നിങ്ങൾ സാവകാശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉണർത്തി ഓർമ്മപ്പെടുത്തി ചൊല്ലിക്കൊടുക്കുക എന്ന്. അതെന്തിനു വേണ്ടിയാണ്? ആ സമയത്ത് പോലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ അവരുടെ ജീവിതയാത്ര പരലോകത്തേക്ക് ബർസഖിലേക്ക് ആരംഭിക്കാൻ വേണ്ടിയാണത് എന്നാണ്. എന്നാൽ ഇതൊരാൾ ചൊല്ലിയിട്ടില്ല എന്ന് വിചാരിക്കുക, അബോധാവസ്ഥയിൽ മരണപ്പെടുന്നവരുണ്ടാകും, പെട്ടെന്നുള്ള ഉറക്കിലോ ആകസ്മികമായ മരണങ്ങളൊക്കെ ഉണ്ടാകും, അപകടങ്ങളിൽപ്പെട്ടുള്ള മരണങ്ങൾ ഉണ്ടാകും. അത് ചൊല്ലാനും ചൊല്ലിക്കൊടുക്കാനൊന്നും കഴിഞ്ഞില്ല എന്നും വരും. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലിയതാണ് മരിച്ചത് എന്ന് ആരും ബേജാറാകേണ്ടതില്ല. ആ ചൊല്ലുന്ന നേരത്തുള്ള ഒരു കലിമക്കല്ല ഇസ്ലാം പ്രാധാന്യം നൽകിയത്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ബോധപൂർവമായ ആയുഷ്കാലത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും ഹബീബായ റസൂൽ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നുമുള്ള ഈ സത്യസാക്ഷ്യം അത് ജീവിതത്തിൽ എത്ര പ്രയോഗവൽക്കരിച്ചു എന്നതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം നിർണയിക്കുന്നത് എന്നുകൂടി പ്രവാചകന്റെ വചനങ്ങളിലൂടെയും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ റസൂൽ ചെയ്തൊരു കാര്യം, മരിച്ച ഉടനെ തന്നെ മരിച്ച വ്യക്തിയുടെ കണ്ണുകൾ അടച്ചു കൊടുക്കുക എന്നാണ്. പ്രവാചക തിരുമേനി പറഞ്ഞു, മരിച്ച ഒരാൾ അയാളുടെ റൂഹിനെ, അയാളുടെ കണ്ണ് പിന്തുടരുമെന്നാണ്. നമുക്കറിയാം, മരണ സമയത്ത് ഹാജരായിട്ടുള്ള ആളുകൾക്കൊക്കെ അവരുടെ തണുപ്പ് അനുഭവപ്പെടുക ശരീരത്തിന്റെ കാലിന്റെ ഭാഗത്ത് നിന്നാണ്. അപ്പൊ അവിടെ നിന്നാണ് ശരിക്കും റൂഹ് ഇങ്ങനെ പതുക്കെ യാത്ര ആകുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന്. ഇപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ സജീവമായി നിൽക്കുന്ന റൂഹ് നമ്മുടെ തടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അങ്ങനെ നമ്മുടെ കാലിന്റെ അടിഭാഗത്ത് നിന്ന് പതുക്കെ പതുക്കെ നീങ്ങി അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ മുകൾ ഭാഗത്തേക്കെത്തി അങ്ങനെ റൂഹ് ഉയർന്നു പോകുമ്പോൾ ആ റൂഹിനെ ആ കണ്ണ് പിന്തുടരും. അതുകൊണ്ട് കണ്ണ് തുറന്നിട്ടുണ്ടാകും, ആ കണ്ണ് നിങ്ങൾ അടച്ചു കൊടുക്കണം. ഇത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം തന്നെയാണ്. ഇദാ ഹലർതും മൗതാക്കും, മരണമാസന്നമായ വ്യക്തിയുടെ അരികിൽ നിങ്ങൾ എത്തുകയാണെങ്കിൽ ഫഅഗ്മിദുൽ ബസർ, നിങ്ങൾ അവരുടെ കണ്ണടച്ച് പൂട്ടുവിൻ എന്ന് റസൂലുള്ളാഹി പറയുകയുണ്ടായി. ഉമ്മ സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ദഖല റസൂലുള്ളാഹി അലാ അബീ സലമ, അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സന്നിഹിതനായി. വഖദ് ശഖ ബസറുഹു, അദ്ദേഹത്തിന്റെ കണ്ണ് തുറന്ന അവസ്ഥയിലായിരുന്നു. ഫഅഗ്മലഹു, അങ്ങനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അടച്ചു കൊടുത്തു എന്നാണ്.
അങ്ങനെ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങൾ നമുക്ക് തുടർന്ന് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ മറ്റൊരു കാര്യം ഉണർത്താനുള്ളത്, നമ്മൾ പവിത്രമായ മുഹറം മാസത്തിലാണ്. ഇസ്ലാം വിശുദ്ധമായി കൽപ്പിച്ച 4 മാസമാണ് ദുൽഖഅദ, ദുൽഹജ്ജ, മുഹറം, റജബ് എന്നിങ്ങനെ ഉള്ള ഈ മാസങ്ങൾ. മുഹറം മാസത്തിൽ അതിൻ്റെ 10ാമത്തെ ദിവസം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായൊരു സുന്നത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുതിർന്നവരെല്ലാം നോമ്പനുഷ്ഠിക്കുന്ന പോലെ നമ്മുടെ വീട്ടിലെ മക്കളെപ്പോലും അന്നേ ദിവസത്തെ നോമ്പനുഷ്ഠിക്കാൻ പ്രേരിപ്പിക്കുകയും നോമ്പ് നോക്കുന്ന ശീലം അവരിൽ വളർത്തുകയും ചെയ്യണമെന്ന് സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകിയത് ഹദീസുകളിലൂടെയും ചരിത്രത്തിലൂടെയും നമുക്ക് കാണാൻ കഴിയും. ഈ മാസം ജൂലൈ 16 ചൊവ്വാഴ്ചയാണ് മുഹറം 10. അതുകൊണ്ട് അന്ന് എല്ലാവരും നോമ്പനുഷ്ഠിച്ച് അള്ളാഹുവിൻ്റെ പുണ്യം കരഗതമാക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃതങ്ങളിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ, സുന്നത്തുകളിലൂടെ അള്ളാഹുലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും റഹ്മാനായ റബ്ബ് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. നമുക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും സൗഖ്യവും നൽകട്ടെ. നമ്മുടെ ഇണകളിലൂടെ, മക്കളിലൂടെ അള്ളാഹു നമുക്ക് കൺകുളിർമയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار.